ഹായ്, ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് 7 പ്രിൻസിപ്പിൾസ് ഫോർ മേക്കിംഗ് മാരേജ് വർക്ക് എന്നുള്ള ഒരു ടോപ്പിക്കാണ്. എന്തുകൊണ്ട് ഈ ടോപ്പിക്ക് എടുത്തതെന്ന് ചോദിക്കുകയാണെങ്കിൽ, ക്ലിനിക്സിൽ വരുന്ന പല പ്രശ്നങ്ങളുടെയും ഒരു റൂട്ട് കോസ് കാണുന്നത് മാരേജ് ഇഷ്യൂ ആണ് കാണുന്നത്. കാരണം അസുഖങ്ങളുടെയോ അല്ലെങ്കിൽ അവരുടെ മാനസികമായ സംഘർഷത്തിൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ച് വരുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പരസ്പര ഐക്യമില്ലായ്മയും പരസ്പര വിശ്വാസമില്ലായ്മയും മൂലമാണ് ഈ പ്രശ്നങ്ങളൊക്കെ അനാവശ്യ ടെൻഷനൊക്കെ കൊണ്ട് നടക്കുന്നതെന്ന് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ടോപ്പിക് എടുത്തത്. വളരെ ഫേമസ് ആയൊരു ബുക്ക് തന്നെയാണ് 7 പ്രിൻസിപ്പിൾ ഫോർ മേക്കിംഗ് മാരേജ് വർക്ക് എന്നുള്ളത്. ഹാർഷ് ഗോട്ട്മാൻ്റെ ഈ ഒരു ബുക്കിനെ ബേസ് ചെയ്താണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ എടുക്കുന്നത്. ആദ്യം തന്നെ ഈ ഡൈവോഴ്സ് അല്ലെങ്കിൽ ലോസ് ഓഫ് ട്രസ്റ്റ് അല്ലെങ്കിൽ വിശ്വാസമില്ലായ്മ, ഇതിലേക്കൊക്കെ മാരേജിലേക്ക് നയിക്കുന്ന കുറച്ച് സൈൻസ് ഉണ്ടെന്നാണ് പറയുക. അപ്പോൾ പേരൻസ് കമ്മിങ് ഫോർ ഫാമിലി തെറാപ്പി, കൗൺസിലിംഗ് തെറാപ്പിക്കൊക്കെ ആയിട്ട് വരുമ്പോൾ നമ്മളവരുടെ ബിഹേവിയർ പാറ്റേൺ അനലൈസ് ചെയ്ത് നോക്കും. അപ്പം ഈ സൈൻസൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ഫാമിലി ഒരു ഡിറ്റീരിയേറ്റിംഗ്, ഒരു നശിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം നമുക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ, ഉദാഹരണമായിട്ട് നമുക്ക് ലിവറിന് എന്തെങ്കിലും കേടുബാധ ഉണ്ടെങ്കിൽ നമുക്ക് മഞ്ഞപ്പിത്തം ഉണ്ടാവാം, അല്ലെങ്കിൽ നമുക്ക് കിഡ്നിക്ക് കേടുബാധ ഉണ്ടെങ്കിൽ ശരീരത്തിന് നല്ല നീര് വരാം. അതൊക്കെ ആ അസുഖത്തിൻ്റെ സയൻസാണ്. അതേപോലെ തന്നെ ഇന്ന സയൻസ്, ഈ പറയുന്ന സയൻസൊക്കെ ഉണ്ടെങ്കിൽ മാരേജിനെ അഫക്റ്റ് ചെയ്യുന്നതായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിലൊരു ഫസ്റ്റ് സൈൻ പറയുന്ന ഹാർഷ് സ്റ്റാർട്ടപ്പാണ്. അതായത് കോൺവെർസേഷൻ, ഭാര്യയും ഭർത്താവ് തമ്മിലുള്ള കോൺവെർസേഷൻ, വീട്ടിൽ വരുമ്പോൾ അവർ തമ്മിലുള്ള വർത്തമാനം തന്നെ ഒരു ദേഷ്യത്തിലാണ് തുടങ്ങുന്നത്. അതായത് നീ എവിടെയായിരുന്നു ഇത്ര നേരം, അല്ലെങ്കിൽ എന്തുകൊണ്ട് എന്നെ വിളിച്ചില്ല എന്ന് വെച്ചാൽ ആ വിശ്വാസമില്ലായ്മ, അതായത് പരസ്പരം ട്രസ്റ്റ് ഇല്ല എന്നുള്ളതാണ് ഹാർഷ് സ്റ്റാർട്ടപ്പിൽ കാണിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ തന്നെയാണെങ്കിൽ ആ ഹാർഷ് സ്റ്റാർട്ടപ്പ് തുടങ്ങുകയാണെങ്കിൽ ആ ഇഷ്യൂ സോൾവ് ആകത്തുമില്ല. പരസ്പരം രണ്ടുപേരും ആ ഹാർഷത്തിൽ നിൽക്കുകയാണെങ്കിൽ അവർ രണ്ടുപേരും വഴക്കിൽ അവസാനിക്കുകയും ചെയ്യും. സോ ഇറ്റ് ഒരു ന്യൂറോ കെമിക്കൽ പാത്ത് വേ സ്റ്റാർട്ട് ചെയ്യും. അവരുടെ വർത്തമാനങ്ങൾ എപ്പോൾ തുടങ്ങിയാലും, അതായത് പൊതുസമൂഹത്തിലല്ല, ഒറ്റയ്ക്കിരിക്കും വീട്ടിലായിരിക്കുമുള്ള ഏത് വർത്തമാനം ഹാർഷ് സ്റ്റാർട്ടപ്പിൽ തുടങ്ങുന്ന ഒരവസ്ഥയിലേക്ക് വരും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഫസ്റ്റ് സൈൻ, ദാറ്റ് ഈസ് ഹാർഷ് സ്റ്റാർട്ടപ്പ്. സെക്കൻഡ് സൈൻ കുറച്ചുകൂടെ ഡേഞ്ചറസ് ആയിട്ട് പറയുന്നതാണ് ഫോർ ഹോഴ്സ്മാൻ സൈൻസ് എന്നാണ് പറയുക. കാരണം അത് 4 മെയിൻ സൈൻ. ഒന്ന് ക്രിറ്റിസൈസ് ചെയ്യുക, കണ്ടംപ്റ്റ് ചെയ്യുക, ഡിഫെൻസീവ് ചെയ്യുക, സ്റ്റോൺ വോളിങ് ചെയ്യുക. ഈ 4 സൈൻസ് ഫാമിലിയിലുണ്ടെങ്കിൽ അതൊരു ഡേഞ്ചറസ് ഇതാണെന്നാണ് ഗോട്ട്മാൻ അനൗൺസ് ചെയ്യുന്നത്. അതായത് ഹോഴ്സ്മാൻ യൂഷ്വലി നമുക്കറിയാം, ദേ ആർ നോട്ട് സ്പെസിഫിക്കലി ഐഡൻറ്റിഫൈഡ് ബട്ട് സബ്സിക്വൻറ്റ് കമ്മിറ്റി ഓഫൻ ഐഡൻറ്റിഫൈ ദം ആസ് പേഴ്സണിഫിക്കേഷൻസ് ഓഫ് ഡെത്ത്, ഫാമിൻ, വാർ ആൻഡ് കോൺക്വസ്റ്റ് ഓർ ഗ്ലോറി. അതായത് മരണം, അതുപോലെ ബുദ്ധിമുട്ട്, അതുപോലെ വഴക്ക്, അതുപോലെ തന്നെ പരാജയം, അതിൻ്റെയൊക്കെ ഒരു ആ 4 ആൾക്കാർ കുടുംബത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഈ 4 ഹാർഷ് സൈൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, 4 ഹോഴ്സ്മാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അത് ഏതൊക്കെയാണ് നമ്മൾ കണ്ടു കഴിഞ്ഞു. മെയിനായിട്ടാണ് ഒന്ന് ക്രിറ്റിസൈസ് ചെയ്യുക, എന്ത് കാര്യത്തിനും പരസ്പരം ക്രിറ്റിസൈസ് ചെയ്യുക. രണ്ടാമത് കണ്ടംപ്റ്റ് ചെയ്യുക. മൂന്നാമത്തെ ഡിഫെൻസ് ചെയ്യുക, സ്വയം രക്ഷപ്പെടുത്താൻ മറ്റുള്ളവരെ തള്ളിയിട്ടിട്ട് നോക്കുക. അപ്പോൾ ഒന്നാമത്തെ നമുക്ക് നോക്കാം, ക്രിറ്റിസൈസ് ചെയ്യുക. ക്രിറ്റിസൈസം ഇൻക്ലൂഡ് ത്രോയിങ് ഇൻ നെഗറ്റീവ് വേർഡ്സ് ടു എ കംപ്ലൈൻറ്റ് ദാറ്റ് സ്പെസിഫിക്കലി ടേക്ക് എ സ്റ്റാബ് അറ്റ് യുവർ പാർട്ട്നേഴ്സ് പേഴ്സണാലിറ്റി ഓർ ക്യാരക്ടർ. അതായത് ഒരു പ്രശ്നം, ഫാമിലിയിൽ ഇപ്പം പ്രശ്നങ്ങളുണ്ടാകുന്നു. ചിലപ്പം ടൈമിൽ ഫുഡ് കിട്ടിയെന്ന് വരുന്നില്ല, അല്ലെങ്കിൽ ടൈമിൽ നമുക്ക് കുട്ടികളെ സ്കൂളിൽ ഡ്രോപ്പ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല, അല്ലെങ്കിൽ ടൈമിൽ നമ്മുടെ വർക്ക് പ്ലേസിൽ ടാർഗറ്റ് ക്ലിയർ ഔട്ടാക്കാൻ പറ്റിയില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ക്രിറ്റിസൈസ് ചെയ്യുകയാണ്. പാർട്ട്ണറെ ക്രിറ്റിസൈസ് ചെയ്യുകയാണ്, എന്തുകൊണ്ട് നീ ഇതുണ്ടാക്കി. അങ്ങനെ ദാറ്റ് ഈസ് എ ഹോഴ്സ്മാൻ സൈനാണ്. അതായത് ഫാമിലി മാരിറ്റൽ ലൈഫ് ഡെത്ത് ആകുന്നതിൻ്റെ ഒരു ലക്ഷണമാണ് കാണിക്കുന്നത്. ഡിഫെൻസീവ്നെസ്സും അതുപോലെ തന്നെയാണ്. ഇറ്റ്സ് എ റിയലി ഓഫ് ബ്ലെയിമിങ് യുവർ പാർട്ട്ണറെ ബ്ലെയിം ചെയ്ത്, എൻ്റെ പ്രശ്നമല്ല, നിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചിരുന്നത്, നീയാണ് ഇതിൻ്റെ കാരണക്കാരൻ എന്ന് പറയുന്നതാണ് ഡിഫെൻസീവ്നെസ് പറയുന്നത്. Contempt often include heavy sarcasm and cynicism and is considered the worst of 4 horsemen. This can include name calling, eye rolling, snarking, mockery and hostile humor. അതായത്
നമ്മുടെ പാർട്ട്ണർ നമ്മുടെ പല വേർഡുകളിലൂടെയും ദേഷ്യത്തിലൂടെയൊക്കെ നമ്മുടെ നിരാശ, നമ്മുടെ ഉള്ളിലുള്ള ദേഷ്യമൊക്കെ പ്രകടിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. കണ്ടം യൂഷ്വലി സ്റ്റെംസ് ഫോർ ലോങ് ഹാർട്ട് ബട്ട് നെഗറ്റീവ് തോട്ട്സ് അബൌട്ട് യുവർ പാർട്ട്ണർ. അതായത് നമ്മൾ ദീർഘകാലമായി പാർട്ട്ണറിനെ കുറിച്ച് മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ വെച്ച് വളരെയധികം കുറ്റപ്പെടുത്തുക പാർട്ട്ണർ. അതായത് ഒരു രീതിയിലും നമ്മുടെ പാർട്ട്ണർക്ക് ഒരു സമാധാനം കൊടുക്കുന്നില്ല, ആളുടെ സെൽഫ് കോൺഫിഡൻസ് നശിപ്പിക്കുന്ന ഒരിതാണ് കണ്ടംപ്റ്റ് എന്ന് പറയുന്നത്. തേർഡ് സൈഡിന് നമ്മൾ പറയുന്നത് ഫ്ലഡിങ് ആണ്. ഫ്ലഡിങ് എന്ന് പറയുകയാണെങ്കിൽ സ്പൗസ് നെഗറ്റിവിറ്റി വെദർ ഇറ്റ് വാസ് കണ്ടംപ്റ്റ് കട്ടിംസ് ഓഫ് ഡിഫറൻസ് വാസ് സോ ഓലോയിങ് ലെഫ്റ്റ് ഇൻ എ ഷെൽ ഷോക്ക്ഡ് സിറ്റ്. അതായത് നമ്മൾ അബ്യൂസ് കൊണ്ട്, അല്ലെങ്കിൽ നിരാശ വചനങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെ പറയാൻ പറ്റാത്ത കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ പാർട്ട്ണർ നമ്മൾ മൂടുകയാണ്. ഒരു രീതിയിലും ഒരു മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ അവർക്ക് കൊടുക്കുന്നില്ല. ആ ഒരവസ്ഥയ്ക്കാണ് നമ്മൾ ഫ്ലഡിങ് എന്ന് പറയുന്നത്. ഫോർത്ത് സൈഡ് നോക്കുകയാണെങ്കിൽ ബോഡി ലാംഗ്വേജാണ്. ബോഡി ലാംഗ്വേജ് ഗോഡ്മാൻ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ക്ലിനിക്കിൽ വരുന്ന പല ഫാമിലി മാറ്റേഴ്സ് ആണെങ്കിലും പരസ്പരം ഐ കോണ്ടാക്റ്റ് ഇല്ലാത്ത പാർട്ട്നേഴ്സ്, പരസ്പരം ബോഡി ടച്ച് ഇല്ലാത്ത പാർട്ട്നേഴ്സ്, അപ്പോൾ തന്നെ ഒരു അകൽച്ചയാണത് കാണിക്കുന്നത്. അകൽച്ച, അതായത് ഒരു തൻ്റെ പാർട്ട്ണർ അടുത്തിരിക്കുമ്പോൾ ഒരു സിവിയർ ആയിട്ടുള്ള ഇമോഷണൽ ഡിസ്ട്രെസ് അനുഭവപ്പെടുന്നു. അത് വളരെ ഒരു നെഗറ്റീവ് ക്യാരക്ടറാണ് മനസ്സിലാക്കി തരുന്നത്. സോ എങ്ങനെയൊക്കെ നമുക്ക് ഫിഫ്ത്ത് സൈൻ ഫെയിൽഡ് റിപ്പയർ അറ്റംപ്റ്റ് ആണ്. അതായത് ഈ പ്രശ്നങ്ങളൊക്കെ പരസ്പരം കൗൺസിലിംഗ് ചെയ്ത് കൊടുത്താലും അവർക്ക് പരസ്പരം മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. സിക്സ്ത് സൈൻ ബാഡ് മെമ്മറീസ് ആണ്. ബാഡ് മെമ്മറീസ്, അതായത് പല ക്യാരക്ടേഴ്സും, ഭർത്താവിൻ്റെ അല്ലെങ്കിൽ ഭാര്യയുടെ പല ക്യാരക്ടേഴ്സും രണ്ടു പേർക്ക് ഉൾക്കൊള്ളാൻ പറ്റുക മാത്രമല്ല ആ മെമ്മറീസായിട്ട് കിടപ്പുണ്ടായിരിക്കും. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ അവർക്ക് ആ മെമ്മറി ഉള്ളതുകൊണ്ട് ഇമോഷണൽ ഡിസ്റ്റർബൻസ് പാർട്ട്ണറെ കാണുമ്പോൾ ഉണ്ടാകുകയും അതിനെ അതിജീവിക്കാൻ പറ്റാകുകയും ചെയ്തു പോകുന്നു. സോ ഇതാണ് മെയിൻ 6 സൈൻസ് പറയുന്നത്. ഒരു ഫെയിൽഡ് മാരേജ് അല്ലെങ്കിൽ ഒരു ഡിറ്റീരിയേറ്റിംഗ് ഒരു മാരേജ് ലൈഫ് നശിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് കാണുന്ന മെയിൻ സൈൻസാണിത് പറയുന്നത്. മിക്ക കുടുംബങ്ങളും നമുക്കിത് കാണാൻ പറ്റും. കാരണം അവർക്ക് ഇമോഷണലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഫിസിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, എപ്പോഴും വഴക്കും പ്രശ്നവും മാത്രം. എങ്ങനെ ഇതിനെ അതിജീവിക്കാം എന്നുള്ളതാണ് പറയുന്നത്. ഒന്ന് എൻഹാൻസ് യുവർ ലവ് മാപ്പ് എന്നുള്ളതാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ടു ഇംപ്രൂവ് അവർ കമ്മ്യൂണിക്കേഷൻ സ്കിൽസാണ് ഒന്നാമത്തെ മാറ്റർ. അവർ എൻഹാൻസ് യുവർ ലവ് മാപ്പ്. അതായത് ദിസ് എൻറ്റെയിൽസ് ലേണിംഗ് ദ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്ക് ഓഫ് യുവർ സ്പൗസ് എമംഗ്സ്റ്റ് അതർ തിങ് ആൻഡ് ഹൗ വെൽ ഡു യു റിയലി നോ യുവർ സ്പൗസ് എന്നുള്ളത്. അതായത് നമ്മുടെ പാർട്ട്ണറെ ശരിക്കും അറിയുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഓരോ വ്യക്തി എടുത്താലും ആ വ്യക്തിക്ക് അവരുടേതായ ചില ലൈക്സ് കാണും, ചില ഡിസ്ലൈക്സ് കാണും, ചില സുഹൃത്തുക്കൾ കാണും, ചില ആക്ടിവിറ്റീസ് കാണും. അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. എന്നിട്ട് ആ ടൂണിന് അവർക്ക് വേണ്ട ഹെൽപ്പുകളും അതുപോലെ തന്നെ അവരോടൊപ്പം അതിൽ ചേരുക എന്നുള്ളതാണ് ഫസ്റ്റ് തിങ്. ദാറ്റ് ഈസ് എൻഹാൻസ് യുവർ ലവ് മാപ്പ്. അതായത് പല വേവിൽ ഒഴുകുന്ന, ഇപ്പം നമുക്കറിയാം ഒരു കടലിൽ തിരമാല വരികയാണെങ്കിൽ ചില തിരമാലകൾ വളരെ ആർത്തുല്ലസിച്ച് വരികയും ചില ചെറുതായിരിക്കും. പല വേവിൽ വരുമ്പം ആകെ ഡിസ്റ്റോർട്ടഡ് ആയിട്ടായിരിക്കും നമുക്ക് ഫീൽ ചെയ്യുക. എന്നാൽ ഒരേ വേവിൽ അത് തിരമാലകൾ വരികയാണെങ്കിൽ നല്ല സ്മൂത്തായിട്ട് നമുക്കതിൽ നിലയുറപ്പിക്കാതെ തന്നെ നമുക്കതിൽ ഫ്ലോട്ട് ചെയ്ത് നിൽക്കാൻ തന്നെ പറ്റും. സോ ടു മേക്ക് അവർ വേവ് ലെങ്ത് ഈക്വൽ, അതിന് നമ്മുടെ ലവ് മാപ്പ് നമ്മൾ പരസ്പരം എൻലാർജ് ചെയ്യണം. രണ്ടാമത് നർച്ചർ യുവർ ഫോർഡ്നെസ് ആൻഡ് അഡ്മിറേഷൻ. അതായത് പരസ്പരമുള്ള നല്ല ക്വാളിറ്റീസിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയും അതിനെ അഭിനന്ദിക്കുകയും വേണം. അതാണ് രണ്ടാമത്തെ ക്യാരക്ടർ എന്ന് പറയുന്നത്. നമുക്ക് മാരേജ് കഴിയുമ്പോഴാണ് നമ്മൾ അവരുടെ നെഗറ്റീവ്നെസ്, നമ്മുടെ പാർട്ട്ണറിൻ്റെ നെഗറ്റീവ്നെസ് കൂടുതൽ മനസ്സിലാക്കുക. ഒരുപക്ഷെ മാരേജിന് മുമ്പ് നമുക്ക് നെഗറ്റീവ്നെസ് കൂടുതൽ അറിയുന്നുണ്ടാകത്തില്ല. പക്ഷേ ആഫ്റ്റർ ദ മാരേജ് ഓരോ നെഗറ്റീവ് ക്യാരക്ടേഴ്സും മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ അതിനു മുമ്പ് തന്നെ അവരുടെ നല്ല ക്യാരക്ടേഴ്സിനെ അഡ്മിനിറ്റർ ചെയ്യുകയും അതിനെ പരിപാലിക്കുകയും ചെയ്യണം. ഒരു നെഗറ്റീവ് ക്യാരക്ടർ ഉണ്ടെങ്കിൽ ഈ നെഗറ്റീവ് ക്യാരക്ടറിനെ അവരുടെ നല്ല ക്യാരക്ടർ ഓവർകം ചെയ്യണം. ഉദാഹരണമായി തന്നെ എപ്പോഴും കുട്ടികളോട് വഴക്കെടുക്കുന്ന ഒരു അമ്മയാണെന്ന് കരുതുക, അല്ലെങ്കിൽ ഒരു അപ്പനാണെന്ന് കരുതുക. പക്ഷെ അതേസമയം തന്നെ ആ വ്യക്തി കുട്ടികളെ നല്ല രീതിയിൽ പഠിപ്പിക്കുകയും നല്ല രീതിയിൽ ഗൈഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ആളാണെങ്കിൽ കൂടുതൽ സമയം അതിനു വേണ്ടി ആളുടെ ക്യാരക്ടർ കുട്ടികളെ പഠിപ്പിക്കാനും ഗൈഡ് ചെയ്യാനും ഉപയോഗിക്കുക. സ്പെയർ ടൈമുകൾ കുറയ്ക്കുക. അങ്ങനെ നമുക്ക് അവരുടെ നല്ല ക്യാരക്ടേഴ്സിനെ അഡ്മയർ ചെയ്യുകയും ഡെവലപ്പ് ചെയ്യുകയും ചെയ്യണം. മൂന്നാമത്തെ കാര്യം ടേൺ ടുവേർഡ്സ് ഈച്ച് അതർ ഇൻസ്റ്റെഡ് ഓഫ് എവേ. അതൊരു വലിയ ഘടകമാണ്. കാരണം
നമുക്കറിയാം ഫാമിലി ഈസ് എ ഗ്രൂപ്പാണ്. 3 പേര് ഒരുമിച്ച്, അതായത് ഭാര്യയും ഭർത്താവും മക്കളും ഒരുമിച്ച് മുന്നേറേണ്ട ഒന്നാണ്. സോ ഇറ്റ് ഈസ് ഷുവർ ടു ഹാവ് ഇഷ്യൂസ് ഇൻ ദ ഫാമിലീസ് ഉണ്ടാകാറുണ്ട്. ചിലപ്പോൾ രോഗത്തിൻ്റെ ബേസിലായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ പ്രൊഫഷൻ്റെ ബേസിലായിരിക്കാം, ഫിനാൻസിൻ്റെ ബേസിലായിരിക്കാം, റിലേഷൻഷിപ്പ്, അങ്ങനെ പല കാര്യത്തിലും നമുക്ക് ഇഷ്യൂസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് രണ്ടുപേരും പരസ്പരം പറഞ്ഞു തീർക്കാൻ വേണ്ടി പരിശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. 4-മത്തെ കാര്യം, ലെറ്റ് യുവർ പാർട്ട്ണർ ഇൻഫ്ലുവൻസ് യു എന്നുള്ളതാണ്. അതായത് ചില കാര്യങ്ങളിൽ നമ്മുടെ പാർട്ട്ണർ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയണം. ചില ഡിസിഷൻ എടുക്കുന്ന കാര്യങ്ങളിലൊക്കെ നമ്മൾ പാർട്ട്ണറെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ക്രിയേറ്റ് ആൻ അഡ്മിറേഷൻ ഓൺ യുവർ പാർട്ട്ണർ. അത് നമ്മളെ കൂടുതൽ റിലേഷൻഷിപ്പിലേക്ക് നയിക്കുകയും ചെയ്യും. 5-മത്തെ കാര്യങ്ങൾ, സോൾവ് യുവർ സോൾവബിൾ പ്രോബ്ലംസ് എന്നുള്ളതാണ്. ഇറ്റ് ഇസ് എ തിങ്. നമുക്കൊരു ഉദാഹരണം നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ പല കുട്ടികൾക്കും മാത്തമാറ്റിക്കൽ സ്കില്ല് പൊതുവെ കുറവായിരിക്കാം. ബട്ട് വെൻ ദ ഗ്രോൺ അപ്പ് അവരുടെ മാത്തമാറ്റിക്സ് സ്കില്ല് ഓട്ടോമാറ്റിക്കലി ഡെവലപ്പ് ആകും. അവരുടെ മാത്സിനോട് കൂടുതൽ ഇൻട്രസ്റ്റ് വരികയും ചെയ്യും. ബിക്കോസ് അത് എങ്ങനെയാണെന്ന് കാണുകയാണെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ മാത്തമാറ്റിക്സ് അവർ തന്നെ സോൾവ് ചെയ്ത് വരും. ഉള്ളൊരു ഗൈഡൻസ് മാത്രമേ ഒരു അധ്യാപകൻ്റെ ഭാഗത്ത് ഉണ്ടാകത്തുള്ളൂ. സോ ദേ ഡെവലപ്പ് ഇൻട്രസ്റ്റ് ഇൻ സോൾവിങ് വെരി ടീഡിയസ് മാത്തമാറ്റിക്സ് പ്രോബ്ലംസ്. അതുപോലെ തന്നെ നമ്മളുടെ ഫാമിലിയിലുള്ള സോൾവബിൾ ആയിട്ടുള്ള പ്രോബ്ലംസ് നമ്മൾ സ്വയം സോൾവ് ചെയ്യാൻ പരിശ്രമിക്കണം. ഉദാഹരണമായിട്ട് ഒരു ഫിനാൻഷ്യൽ ഇഷ്യൂ വരിക എന്ന് കരുതുകയാണ്. സപ്പോസ് വീടിൻ്റെ റെൻറ്റ് അല്ലെങ്കിൽ നമ്മളൊരു വണ്ടിയുടെ മാസ അടവ് അതൊക്കെ അടയ്ക്കേണ്ട ഒരു അവസ്ഥ വരികയാണ്. സോ ഫിനാൻഷ്യൽ ഇഷ്യൂ ഉണ്ടെങ്കിൽ 2 പേരും പ്ലാൻ ചെയ്ത് എങ്ങനെയാണ് ആ മാസം മണി റോൾ ഓവർ ചെയ്യാം. സോ അങ്ങനെ ചെയ്യുമ്പോൾ പരസ്പരം ട്രസ്റ്റ് വരികയും നമ്മുടെ റിലേഷൻഷിപ്പ് കൂടുതൽ സ്ട്രോങ് ആവുകയും ചെയ്യും. 6-മത്തെ ഓവർകം ഗ്രിഡ് ലോക്ക് എന്നുള്ള കാര്യം. അതായത് ഒരു തീരുമാനമില്ലാതെ നിൽക്കുന്ന അവസ്ഥ പലപ്പോഴും ഒരു ഇഷ്യൂ ഫാമിലിയിലുണ്ട്. 2 പേരും ഒന്നും മിണ്ടുന്നില്ല, അത് അങ്ങനെ തന്നെ നിന്ന് പോകുന്നൊരവസ്ഥ. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം കുട്ടികൾ പഠനത്തിൽ വളരെ വീക്കാണ്, ആ കുട്ടി നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നില്ല, ടീച്ചേഴ്സിൻ്റെ നിന്ന് വഴക്ക് കേൾക്കുന്നു, കുട്ടികൾ കളിയാക്കുന്നു, അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് പറയുകയാണ്. സോ ആ ഒരു പ്രോബ്ലത്തെ 2 പേരും പേരൻസ് 2 പേരും അഭിമുഖീകരിക്കുന്നില്ല. ദേ മേക്ക് ഇറ്റ് എ സ്റ്റാൻഡ് സ്റ്റിൽ, ഒരു ഗ്രിഡ് ലോക്ക് പോലെ അത് നിൽക്കുകയാണ്. അപ്പോൾ ആ കുട്ടിയുടെ ഈ വിഷയം കണ്ടിട്ട് ഏതാ ഡിഫിക്കൾട്ട് വിഷയമാണെങ്കിൽ ആ കുട്ടിക്ക് അതിന് ട്യൂഷൻ വേണമോ അല്ലെങ്കിൽ കൂടുതൽ സപ്പോർട്ട് വേണോ, അങ്ങനെ എടുത്ത് മുന്നേറുന്നതിന് പകരം പല പ്രോബ്ലംസും നമ്മൾ ഗ്രിഡ് ലോക്ക് ആക്കി വെക്കുന്ന ഒരവസ്ഥ ഫാമിലീസിലുണ്ട്. അതിനെ നമ്മൾ ഓവർകം ചെയ്യണമെന്നാണ് ഗോട്ട്മാൻ നമ്മളോട് പറയുന്നത്. 7-മത്തെ കാര്യം, ക്രിയേറ്റ് എ ഷെയർഡ് മീനിങ്. എല്ലാ കാര്യത്തിനും ഒരു ഷെയർഡ് മീനിങ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. കാരണം മാരേജ് ഈസ് ആക്ച്വലി നമ്മൾ പറയുന്ന സ്വർഗത്തിലാണ് നടക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. കാരണം ആ മാരേജിനൊരു സാക്ഷി എന്ന് പറയുന്നത്, ഇപ്പോൾ ലീഗലി 2 സാക്ഷികൾ നമ്മൾ മാരേജിൽ പറഞ്ഞെങ്കിലും അത് ദൈവ സാന്നിധ്യത്തിലും ദൈവത്തിൻ്റെ മുമ്പിലും ദൈവത്തിൻ്റെ പ്രമാണങ്ങളിലും ബേസ് ചെയ്താണ് എല്ലാ മാരേജുകളും നടക്കുന്നത്. സോ മാരേജിലുള്ള എല്ലാത്തിനും ഒരു ഷെയർഡ് മീനിങ്ങും ഷെയർഡ് റെസ്പോൺസിബിലിറ്റി ഉണ്ടെന്നുള്ളതാണ്. ഒരാളുടെ രോഗാവസ്ഥ മറ്റുള്ളവർക്കും ബാധകമാണ്, മറ്റൊരാളുടെ രോഗാവസ്ഥ ഇതാണ്, കുട്ടികളുടെ റെസ്പോൺസിബിലിറ്റി ഈക്വലി ഉണ്ട്. സോ ക്രിയേറ്റ് എ ഷെയർഡ് മീനിങ്. സോ ഇതാണ് 7 പ്രിൻസിപ്പിൾ ഓഫ് സക്സസ്ഫുൾ റിലേഷൻഷിപ്പ് ഗോട്ട്മാൻ പറയുന്നത്. എൻഹാൻസ് യുവർ ലവ് മാപ്പ്, നർച്ചർ ഫോൺനെസ് ആൻഡ് അഡ്മിറേഷൻ, ടേൺ ടുവേർഡ്സ് ഈച്ച് അതർ ഇൻ ഇഷ്യൂസ്. അവർ സ്ട്രെസ് വരുമ്പം പരസ്പരം പോവുക. ലെറ്റ് യുവർ പാർട്ട്ണർ ഇൻഫ്ലുവൻസ് യു, സോൾവ് യുവർ സോൾവബിൾ പ്രോബ്ലം, ഓവർകം ഗ്രിഡ് ലോക്ക്, ക്രിയേറ്റ് എ ഷെയർഡ് മീനിങ്. ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. താങ്ക് യു.